ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേണിംഗ് സോൺ. നമുക്കിന്ന് 1ാം ക്ലാസ്സിലെ മാത്സിൽ തുടങ്ങാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിൽ പഴയ നോട്ട് ബുക്ക്, പെൻസിൽ ഇതൊക്കെ ഇരിപ്പുണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നോട്ട്സ് എഴുതണം. കുട്ടികളെ അമ്മമാർ സഹായിക്കണം. ചെറിയ കുട്ടികളാണ്, ഒറ്റയ്ക്ക് അവർക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പം അമ്മമാരുടെ സഹായത്തോടു കൂടി പഠിച്ചു തുടങ്ങാം. അപ്പോൾ മാത്സിൽ ഫസ്റ്റ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ടിൽ 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് താരാസ് ഹോം. അപ്പോൾ നമ്മളെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കടന്നിരിക്കുകയാണ്. താരാസ് ഹോം. താര, THARA. താര. ഹോം, HOME. താരാസ് ഹോം. ഒരു നോട്ട് ബുക്ക് എടുത്ത് അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് താരാസ് ഹോം എന്ന് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. താരാസ് ഹോം. THARA'SHOME. പാരൻസ് സഹായിക്കണം കേട്ടോ. ഇപ്പോൾ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് താരാസ് ഹോം, താരയുടെ വീടാണ്. താരയുടെ വീട് ഏതാണെന്ന് മനസ്സിലായോ? താരയുടെ വീട് നിങ്ങൾ കാണുന്നില്ലേ? താരയുടെ വീട് കാണുന്നുണ്ട്. വീട്ടുമുറ്റത്ത് ഒരു പ്ലാവുണ്ട്. പ്ലാവിൽ ചക്കയുണ്ട്. ചക്കയ്ക്ക് എന്താ പറയുക? ജാക്ക് ഫ്രൂട്ട്. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട് ചക്ക? നിങ്ങൾക്ക് കൗണ്ടിങ് ഒക്കെ ഓർമ്മയുണ്ടോ? 1 2 3 4 5 6 7 8 9 10 11 jackfruits are on the tree. പിന്നെ മുറ്റത്ത് കൗ ആൻഡ് എ കാഫ് ഉണ്ട്. കൗവിൻ്റെ കുട്ടിക്ക് പറയുന്ന പേരാണ് കാഫ്. കൗ, പശു. COW, കൗ. കാഫിൻ്റെ സ്പെല്ലിങ് CALF. അപ്പോൾ എഴുതുക കൗ, COW ആൻഡ് കാഫ്, CALF. ഇപ്പം നമ്മളുള്ളത് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പേജിലാണ്. സെക്കൻഡ് പേജിൽ ചോദിക്കുകയാണ്, ഹൂ ഡു യു സീ ഇൻ ദ പിക്ചർ? നമ്മൾ ആരെയൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? നിങ്ങൾ പറഞ്ഞാട്ടെ, ആരെയൊക്കെയാണ് കാണുന്നത്? നമ്മൾ കുരുവികളെ കാണുന്നുണ്ട്, കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയും കാണുന്നുണ്ട്, താരയെ കാണുന്നുണ്ട്. താരയുടെ കൂടെ താരയുടെ ഫ്രണ്ട് മീനും ഉണ്ട്. അവരൊക്കെ താരയുടെ വീട്ടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഹെൻ ഉണ്ട്, ചിക്സ് ഉണ്ട്. ഹെൻ, HEN, കോഴി. ചിക്സ്, അതിൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെയാണ് ചിക്സ് എന്ന് പറയുന്നത്. CHICKS. ഇപ്പോൾ നോട്ട് ബുക്കിൽ എഴുതിയോ? ചിക്സ് ആൻഡ് ഹെൻ. ചിക്സ് ആൻഡ് ഹെൻ നോട്ട് ബുക്കിൽ എഴുത്. അങ്ങനെ നമ്മളിതാ 3ാമത്തെ പേജിലേക്ക് എത്തിയിരിക്കുന്നു. 3ാമത്തെ പേജിൽ 3rd പേജിൽ മീനും താരയും കൂടി സംസാരിക്കുകയാണ്. മീനു പറയുകയാണ്, എ ബിഗ് കൗ ആൻഡ് എ സ്മോൾ കാഫ്. നിങ്ങളുടെ വീട്ടിൽ പശുക്കളുണ്ടോ? താരയുടെ വീട്ടിലെ പശുക്കുട്ടിക്ക് പേരിട്ടിട്ടുണ്ട് നന്ദിനിക്കുട്ടി. താര മീനുവിന് കാണിച്ചു കൊടുക്കുകയാണ്. കമോൺ മീനു, സീ മൈ നന്ദിനിക്കുട്ടി. വരൂ മീനു, എൻ്റെ നന്ദിനിക്കുട്ടിയെ കാണ് എന്നാണ് താര പറയുന്നത്. താരയുടെ നന്ദിനിക്കുട്ടിയെ കണ്ടില്ല? എല്ലാവർക്കും ഇഷ്ടമായോ? പശുക്കുട്ടികളെ ഇഷ്ടമാണോ? കൗ, കാഫ് നമ്മൾ നേരത്തെ പഠിച്ചത് ഓർമ്മയില്ലേ? മറക്കരുതേ. പശു, പശുക്കിടാവ്. കൗ, പശു.
കാഫ് പശുക്കിടാവ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിഗ് ആൻഡ് സ്മോൾ. ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്, സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുത്. കൗ ബിഗ് ആണ്, വലുത്. കാഫ് സ്മോൾ ആണ്, ചെറിയത്. ഇവിടെ ചോദിച്ചിരിക്കുകയാണ് വിച്ച് ഈസ് ബിഗ്ഗർ. നമ്മളിപ്പോൾ പഠിച്ചു ഏതാണ് ബിഗ്ഗർ. ബിഗ് ഏതാണ്? കൗ ആണ് ബിഗ്. പുട്ട് ടിക്ക് മാർക്ക്, ഒരു ടിക്ക് മാർക്ക് ഇടാനാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലല്ലോ. നമ്മുടെ നോട്ട് ബുക്ക് എടുത്തിട്ട് എഴുതുക വിച്ച് ഈസ് ബിഗ്ഗർ എന്ന് എഴുതുക. അതിൻ്റെ നേരെ കൗ എന്നെഴുതുക, കാഫ് എന്നും. ഇതുപോലെ നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതുക കൗ ആൻഡ് കാഫ്. കൗവിൻ്റെ നേരെ ടിക്ക് മാർക്ക് ഇടുക. അങ്ങനെ ബിഗ് ആൻഡ് സ്മോൾ പഠിച്ചു. ഇനി ഔട്ട് സൈഡ് ഇൻസൈഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആരാണ് ഔട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത്, ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ അകത്ത്. ഇവിടെ ആരാണ് പുറത്തുള്ളത്, ആരാണ് അകത്തുള്ളത്? പുറത്തുള്ളത് ഹെൻ, കോഴി. അകത്തുള്ളത് കോഴിക്കുഞ്ഞ്, ചിക്സ്. ആരാണ് പുറത്ത്? ഹെൻ, കോഴിയാണ് പുറത്തുള്ളത്. കോഴിക്കുഞ്ഞ് ചിക്സ്, ചിക്ക് അത് ഉള്ളിലാണുള്ളത്. ഇനി നമുക്ക് എഴുതണ്ടേ നോട്ട് ബുക്കിൽ ഇൻസൈഡും ഔട്ട് സൈഡും ആരാണുള്ളത് എഴുതാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എഴുതുക ഹൂ ഈസ് ഇൻസൈഡ്. ഇൻസൈഡിൽ ആരാളുള്ളതെന്ന് നോക്കിയിട്ട് ഫുട്ട് മാർക്ക് ഇടാനാണ്, ടിക്ക് മാർക്ക് ഇടാനാണ് പറയുന്നത്. അപ്പോൾ ഇൻസൈഡിൽ ആരാളുള്ളത്? ചിക്സ് ആണുള്ളത്. നമുക്ക് എഴുതാം. ഇനി എഴുതുക ഹൂ ഈസ് ഇൻസൈഡ്. ആരാണ് അകത്തുള്ളത്? ഹൂ ആരാണ്, ഇൻസൈഡ് അകത്ത്. അകത്തുള്ളത് ആരാണെന്ന് നമ്മൾ കണ്ട് ചിക്സ്. ചിക്സിൻ്റെ നേരെ ടിക്ക് മാർക്ക് ഇടുക. ഇന്ന് നമ്മൾ ഇത്രയും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടോപ്പ്, ബോട്ടം, അതായത് മുകളിലും താഴെയും, പിന്നെ ഷോർട്ട്, ടോള്, ഉയരം കുറഞ്ഞതും ഉയരം കൂടിയതും. ഇന്ന് നമ്മൾ ബിഗ് സ്മോള് പഠിച്ചു. അതുകൂടാതെ എന്താ പഠിച്ചത്? ഇൻസൈഡ് ഔട്ട് സൈഡ് പഠിച്ചു. ഇനി നമുക്ക് ഇത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് ഇത്രയും മതി. ഹലോ, നോട്ട്സ് എല്ലാവരും തയ്യാറാക്കിയോ? തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ നോക്കുക, എന്നിട്ട് എഴുതി തയ്യാറാക്കുക. നിങ്ങളുടെ കയ്യിൽ 4 ലൈൻസ് 4 വരെ കോപ്പി ഉണ്ടെങ്കിൽ അതിലെഴുതുന്നതായിരിക്കും നല്ലത്. അക്ഷരങ്ങൾ മെച്ചപ്പെടാൻ അതാണ് നല്ലത്, അതാണ് ബെറ്റർ. അതുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ ബാക്കിയുണ്ടെങ്കിൽ അതിലെഴുതുക. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. മലയാളം മീഡിയം പഠിക്കുന്നവർ വിഷമിക്കേണ്ട, അവരുടെ ടെക്സ്റ്റ് ബുക്കും ഇവിടെയുണ്ട്. അതിൽ സെയിം ടെക്സ്റ്റാണ്. താരയുടെ വീട് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. പശു, പശുക്കിടാവ്, താരയുടെ വീട്ടുമുറ്റത്ത് കാണുന്ന പശു, പശുക്കിടാവ്. പിന്നെ ഉള്ളത് ചിത്രത്തിൽ ആരെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ചിത്രത്തിൽ ആരെല്ലാമാണുള്ളതെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. വീഡിയോയുടെ ആദ്യത്തെ തന്നെ ഞാൻ മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത്, മലയാളം ഇംഗ്ലീഷും കൂടി പറഞ്ഞതാണ്. മനസ്സിലാകുന്നില്ലെങ്കിൽ പറയുക, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. പിന്നെ വലിയ പശു, ചെറിയ കിടാവ്. ഇതിലാരാണ് വലുത്? വലുത് പശുവാണ്, ചെറുത് കിടാവാണ്. വലുത്, ചെറുത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി പുറത്താരാണ്, അകത്താരാണ്? അകത്താരാണുള്ളത്? അകത്ത് കോഴി കുഞ്ഞാണുള്ളത്, തള്ളക്കോഴിയാണ് പുറത്തുള്ളത്. പിന്നെ ബാക്കിയുള്ളവ നെക്സ്റ്റ് ക്ലാസ്സിൽ താഴെയും മുകളിലും പിന്നെ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും ഒക്കെയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. പിന്നെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ സജഷൻസും
നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പറയുക, എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് പറയുക. എല്ലാ അഭിപ്രായങ്ങളും രക്ഷിതാക്കളെ അറിയിക്കുക. കുഞ്ഞുങ്ങളെ ഇന്ന് തന്നെ ഇത് പഠിപ്പിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.